നമസ്കാരം. നമ്മളിന്ന് പാവയ്ക്കക്കുട്ടനായിരുന്നല്ലോ വായിച്ചുകൊണ്ടിരുന്നത്. അതിന് ബാക്കി വായിക്കാം. എല്ലാവരും അവനെ പഴയതുപോലെ പാവയ്ക്കക്കുട്ട എന്ന് തന്നെ വിളിക്കാൻ തുടർന്നു. പരാതിയും സങ്കടവും കരച്ചിലുമായി വന്ന പൊന്നുണ്ണിയെ സമാധാനിപ്പിക്കാൻ തൽക്കാലത്തേക്ക് ഒരു പോംവഴി ആയിട്ട് അപ്പൂപ്പൻ മന്ത്രം ചൊല്ലി ഓതിയ ഒരു കമ്പ് മിനുക്കി ശരം പോലെ ആക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ആരെങ്കിലും പൊന്നുണ്ണിയെ പാവയ്ക്കക്കുട്ടനെന്ന് വിളിച്ചാൽ അവരെ നോക്കി കണ്ണടച്ച് ഞാൻ പഠിപ്പിക്കുന്ന മന്ത്രം അങ്ങ് ചൊല്ലിയേക്കണം. ഠോ ഠോ എന്ന് പറഞ്ഞാൽ മതി. അവർ ആ നിമിഷം ബോധം കെട്ടി താഴെ വീഴും. മന്ത്രം പഠിച്ച് ചിരിച്ചു കളിച്ച് അടുക്കളയിലെത്തിയ പൊന്നുണ്ണിയെ കണ്ട അമ്മൂമ്മ സന്തോഷത്തിൻ്റെ കാര്യം മനസ്സിലാകാതെ അവന് കഴിക്കാൻ കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്തു. വയറ് നിറഞ്ഞ പൊന്നുണ്ണി കളിക്കാനൊരുങ്ങിയപ്പോൾ അമ്മൂമ്മ അവനോട് അരി വാങ്ങി വരാൻ പറഞ്ഞു. അവൻ ചന്തയിലെത്തി ചുറ്റും ഒന്ന് നോക്കി. സ്ഥിരമായി കളിയാക്കുന്ന അരിക്കടക്കാരൻ ചേട്ടൻ പൊന്നുണ്ണിയെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പാക്കുട്ടൻ, പാവക്കുട്ടൻ, പാവയ്ക്കക്കുട്ടൻ എന്ന് പതിവ് പാട്ടും പാടി ചിരിക്കാൻ തുടങ്ങി. ഇതാര്? പാവയ്ക്കക്കുട്ടനെ ഒന്നുകൂടി ചോദിക്കുകയും ചെയ്തു. മന്ത്രം പരീക്ഷിക്കാൻ കാത്തിരുന്ന പോലെ അവൻ കമ്പ് നീട്ടി ഠോ ഠോ എന്ന് പറഞ്ഞു. കേട്ട നിമിഷം അയാൾ താഴെ വീണ് ബോധം കെട്ടുപോവുകയും ചെയ്തു. താഴെ കിടക്കുന്ന അയാളെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. അവനെ കണ്ടത് അമ്മൂമ്മ ചോദിച്ചു, അരി എവിടെ എൻ്റെ പൊന്നുണ്ണി? അരി കടയിലുണ്ട് എന്ന് പറഞ്ഞ് കടക്കാരൻ ചേട്ടൻ താഴെ വീണ ഓർമ്മയിലെത്തിയ പൊന്നുണ്ണിക്ക് ചിരി പൊട്ടിപ്പോയി. വെള്ളം അടുപ്പത്ത് വെച്ച് കാത്തിരുന്ന അമ്മൂമ്മയ്ക്ക് ദേഷ്യം തുടങ്ങി. നീ എന്താ പാവയ്ക്കക്കുട്ട ഇത്ര ചുമതല ഇല്ലാത്തവനായിപ്പോയത്? തർക്കുത്തരം പറയുന്നു എന്നൊക്കെ ചോദിച്ച് കാര്യം അറിയാതെ വഴക്ക് പറഞ്ഞു തുടങ്ങി. കുറച്ചു നേരം ക്ഷമിക്കാമെന്ന് കരുതിയെങ്കിൽ അമ്മൂമ്മയുടെ പാവക്കുട്ടൻ വിളി അവന് പിടിച്ചില്ല. കമ്പെടുത്ത് നീട്ടി മന്ത്രം അങ്ങ് ചൊല്ലി ഠോ ഠോ. അമ്മൂമ്മ നിന്ന നിൽപ്പ് താഴെ വീണ് തല പൊട്ടി. ശബ്ദം കേട്ടു വന്ന അപ്പൂപ്പൻ പ്രതീക്ഷിക്കാത്ത രംഗം കണ്ട് നടുങ്ങിപ്പോയി. നീ എന്താണ് ചെയ്തത് പാവയ്ക്കക്കുട്ട എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. ആകെ സംഭ്രമിച്ചു പോയ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു പോയി. അവൻ പോലും അറിയാതെ സ്വന്തം കൈകൾ പൊങ്ങി ഠോ ഠോ എന്ന ശബ്ദം പുറപ്പെടുവിച്ചു. ഞെട്ടി താഴെ വീണ അപ്പൂപ്പൻ മനസ്സുകൊണ്ട് സ്വയം ശപിച്ചുപോയി. പക്വതയില്ലാത്ത പ്രായത്തിൽ ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തതിന്. എല്ലാ അനർത്ഥങ്ങളും വരുത്തിയ വിഷണ്ണതയിൽ വീണ് കിടക്കുന്ന അപ്പൂപ്പനെയും അമ്മൂമ്മയും കണ്ട് പേടിച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പാവക്കൂട്ടൻ കമ്പ് വലിച്ചെറിഞ്ഞിടേക്ക് ഓടി. അതാണ് മക്കളെ പറയുന്ന, ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട യുക്തം അതായതേ കൊടുക്കാവുള്ളൂ. ഠോ ഠോ എന്ന നേരിയ ശബ്ദത്തോടെ ഉണ്ണിക്കുട്ടൻ ചുണ്ടുകൾ ചലിക്കുന്നത് നോക്കി നിന്നു. പാർവതിയുടെ ചുണ്ടിലൊരു ചെറിയ ചിരി വന്നു. കുട്ടിയുടെ ഉള്ളിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ പാവയ്ക്കക്കുട്ടം ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അതോർത്ത് വിസ്മയം കലർന്ന ആനന്ദം അവളെ തൊട്ടുണർത്തി. മെട്രോ നഗരത്തിലെ ജീവിതത്തിലും കാൽപ്പനികതയും കഥയും എന്നും വിശ്വസിക്കുന്ന ബാല്യവും അവനിൽ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. ഉറങ്ങട്ടെ, വീടെത്തുമ്പോൾ വിളിക്കാം. അവൻ്റെ കണ്ണുകൾ അടയുന്ന നോക്കിയിരുന്ന അമ്മ മെല്ലെ തുടയിൽ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പാവയ്ക്കക്കുട്ടൻ എന്ന് പറഞ്ഞ കഥ. സങ്കല്പമാലികയിൽ എന്ന് പറഞ്ഞ ബാലസാഹിത്യത്തിലെ കഥയായിരുന്നു. നമ്മളിതിന് മുൻപ് വായിച്ചതും ഒരു കഥ തന്നെയായിരുന്നു. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.